ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. പുത്രരിൽ പ്രധാനികളാറുപേരതിൽ ജ്യേഷ്ഠൻ ഉത്തമൻ പ്രതുസ്രവാസമനുപുത്രൻ ധർമ്മൻ. ധർമ്മനാ നൃപൻ 100 ഹയമേധങ്ങൾ ചെയ്താന്. ധർമ്മനന്ദനല്ലോരു ജഗനെന്ന നൃപൻ പരിചോടവൻ 5 പുത്രന്മാരുണ്ടായി വന്നു. പുരുജീ ദൃക്മൻ വൃത്തു രുക്മേഷു ജാമ്യാകവന്മാർ അപ്രജൻ. ജാമകനും ഭാര്യയെ പേടിച്ച് മറ്റുൽപ്പലനേത്രന്മാരെ വേൾക്കാതെ വാഴുംകാലം ജാമക നരികളെ വധിച്ചു തത്ര നിന്നും കോമളഗാത്രിയാകും കന്യയെ കൊണ്ടുപോന്നു. നരിയെ തേരിൽ കണ്ടു കോപിച്ചിട്ടവൾ ചൊന്നാൽ, ആരിന്നു മമസ്ഥാനെ രഥത്തിലിരിപ്പതും എന്നതു കേട്ടു നൃപൻ പേടിച്ചു പരിഭ്രമിച്ചിന്നു. നിന്നുടെ പുത്രവാരി എന്നുര ചെയ്താന്. അവളും ചിരിച്ചു തൻ കാന്തനോട് ഉര ചെയ്താൾ. അവനീപതേ മമ നന്ദനവിടെ പോലെ. ജാമക്കനതു കേട്ടു വാരിയോടുര ചെയ്തും, കോമളഗാത്രീ തവ നന്ദനുണ്ടായി വരും, അവനു കൊടുക്കണം ഇവളെ എന്ന് പറഞ്ഞ് അവനീവതീ ഘോര തപസ്സു ചെയ്ത ശേഷം പിതൃദേവാദികളും സന്തോഷിച്ചവനൊരു സൂതനും വരം നൽകി. ഭാര്യയും പ്രസവിച്ചാൾ. സുതനും വിദർഭനെന്നാക്കിയും ഇട്ടു നൃപൻ. സുതനുവായ പൂർവകന്യയെ വേൾപ്പിച്ചിതേ കുശനം ക്രതൻ താനും രോമപാതനുമിവർ പ്രതിധരത്രേ ഭൂവി വിദർഭ തനയന്മാർ. നന്ദനൻ രോമപാതൻ തനിക്കു ബഭ്രുവൻ. നന്ദനൻ കൃതിയമൻ നന്ദനൻ കുശീകനും. നന്ദനൻ ചേതിയല്ലോ തദ്വംശം ചേതിവംശം. പിന്നെ അക്രതാപുത്രൻ കുന്തിയെന്നറിഞ്ഞാലും തൽസൂതൻ വൃഷ്ടിയല്ലോ തൽസുതൻ നിർവൃതിയും. തൽസൂതൻ ദശാർഹനും തൽസുതൻ വ്യോമനല്ലോ. തൽസുതൻ ജീമോദനും തൽസുതൻ വികൃതിയും. തൽസുതൻ ഭീമരഥൻ തൽസുതൻ ശകുനിയും. തൽസുതൻ ഖരംബനും തൽസുതൻ ദേവരാധൻ. തൽസുതൻ ദേവക്ഷത്രൻ തൽസുതൻ സാത്വാദനും. തൽസുതന്മാരായി 7 പേരുണ്ടെന്ന് അറിഞ്ഞാലും മുന്നേവൻ ഭജമാനും ഭജിയും ദിവ്യൻ വൃഷ്ണി. പിന്നെയാ ദേവാവൃത അന്തകൻ മഹാഭോജൻ നിമ്ലോജി കിങ്കിണനും ദൃഷ്ടിയും. ഇവർ മൂവർ നിർമ്മലനായ ഭജമാനന്റെ തനയന്മാർ. അതുകൂടാതെ 3 പുത്രന്മാരുണ്ടായി വന്നും. ശതാജിൽ സഹസ്രാജിത്തും ഉദാജിത്തും നാമം. പിന്നെ യാദേവാവൃതനന്ദനൻ ബഭ്രുവല്ലോ. ധർമ്മിഷ്ഠന്മാരായുള്ള ഭോജന്മാരായി വന്നോര്. പിന്നെ സുമിത്രാഖ്യൻ വൃഷ്ണീനന്ദനവൻ തന്നെ അനുജനായുണ്ടായാൻ. യുധാജിത്തും അനുജൻ തനയനും മിത്രനും ശിനിദാനും. മനമിത്രജൻ നിമ്നനവും സുതദ്വയം. മുന്നേവൻ സത്രാജിതൻ പിന്നേവൻ പ്രസേനനും. പിന്നെയും ശിനിസുതൻ സത്യകാനറിഞ്ഞാലും. തൽസുതൻ യുയുധാനൻ സാധുകിയെന്നു ചൊല്ലും. തൽസുതൻ ജയനവൻ നന്ദനൻ കണിയല്ലോ. അനമിത്രാജർ യുഗന്ധരനും വൃഷ്ണിദാനും
തനയൻ ശുഫൽക്കനം വൃഷ്ണിക്കു ഭവിച്ചിതേ അനുജൻ. ചിത്രരഥൻ ശുഫൽക്കൻ തനിക്കുന്നു തനയന്മാരായുണ്ടായി ദ്വാദശം. അവർ നാമം അക്രൂരനാസങ്കനം സാരമേയനം പിന്നെ മുഖ്യനാം മൃദൂരനും മൃദുവിത് ഗിരിദാനും വർമ്മജിത്തെന്നും ദൃഷ്ടകർമാവും ശത്രോവേക്ഷൻ ധർമ്മവാനും കുമരീമർദ്ദനൻ ശത്രുഘ്നനും പിന്നെ ഗന്ധമാതാം പ്രതിവാദനും ഇവർ ധന്യനാം സൽക്കലനങ്കാലനുമെന്നു രണ്ടായി സോദരി സുചീരയെന്നുണ്ടവർക്കൊരു കന്യ. മേതുരഗുണനിധിയായി വന്നാനക്രൂരനും ദേവവാൻ താനും ഉപദേവനും എന്നിങ്ങനെ ദേവസന്നിവനാകും അക്രൂരതനയന്മാർ വൃത്തുവും വിദൂരതൻ. പിന്നെയും നിരവധി വൃത്തി വിവതേ ചിത്രരഥനം തനയന്മാർ നന്ദനന്മാരുമുണ്ട്. 4 പേർ വൃഷ്ണിക്കത് മുന്നേവൻ കുഹരനും പിന്നേവൻ ഭജന്മാനും പിന്നേവൻ ശുചി പിന്നെ കമ്പളബർഗിഷനും നന്ദനനും കുഹുരനു വന്നിയെന്നറിഞ്ഞാലും നന്ദനൻ വിലോമാവും അഗ്നിക്കു വിലോമാവിൻ നന്ദനൻ കപോതരോമാഭവൻ പുത്രനും തന്നുട സകനല്ലോ തുമ്പുരുഗാനശീലൻ. അണ്ടകനുണ്ടായി വന്നു ദുന്ദുഭിയായ സൂതൻ തൽസൂതൻ ദരിദ്രോദൻ തൽസൂതൻ പുനർവസും തൽസൂതനാകുവനു അനുമാകി കന്യകയും ദൈവ വിശ്വാസമുള്ളോരാകുകൻ. തനിക്കുണ്ടായി ദേവകൻ താനും ഉഗ്രസേനനും തനയന്മാർ ദേവവാനുപദേവൻ പിന്നെയായസുദേവനും ദേവവർത്തനൻ താനും ദേവക തനയന്മാർ കന്യകമാരുമുണ്ടങ്ങേഴു പേർ ദേവകനും ധന്യയാന്ത്രതദേവ ശാന്തിദേവോപദേവ പിന്നെയാ ശ്രീദേവയും ദേവ രക്ഷിതദാനം ധന്യയാം സഹദേവദേവകീയൊടുക്കത്തും ഉത്തമൻ വസുദേവർ വേട്ടിതങ്ങവർകളെ പുത്രന്മാരുഗ്രസേനൻ 9 പേരുണ്ടല്ലോ മുന്നേവൻ ഹംസൻ സുനാമാക്യനും നിക്രോധനും പിന്നെ കങ്കനും ശംഖുസുഖവും രാഷ്ട്രപാലൻ പിന്നേവൻ സൃഷ്ടിയല്ലോ ദുഷ്ടിമാനെന്നൊന്നും പിന്നെ കന്യകമാരുഗ്രസേനനുണ്ടഞ്ചു ജനം മുന്നേവൾ ഹംസപതി ഹംസയും അഹംതാനും പിന്നേവൾ ശുരപൂവും രാഷ്ട്രപാലികദാനും വേട്ടിതങ്ങവർകളെ വസുദേവാനുജന്മാർ കേട്ടാലും ഭജമാനനന്ദനൻ വിദൂരതൻ തത്സൂതൻ ശൂരനവൻ നന്ദനൻ ശിനിയല്ലോ തത്സൂതൻ സ്വയം ഭോജനവനും കൃതീകനും നന്ദനൻ കൃതീകനും മുന്നേവൻ ദേവബാഹു പിന്നെ യശാദ ധന്യാകൃതവർമാവു പിന്നെ ശൂരനും മാരിഷ എന്നാക്കിയാം പത്നി തന്നിൽ സാരന്മാരായി 10 പുത്രന്മാരുണ്ടായി വന്നും മുന്നേവൻ വസുദേവൻ പിന്നേവൻ ദേവഭാഗൻ പിന്നേവൻ ദേവസ്രവസാനകൻ ശ്രജ്ഞയനും ശാമകൻ കങ്കശമീക വത്സവൃകന്മാര് സീമയില്ലല്ലോ വസുദേവ മഹാത്മ്യമോർത്താൽ മുഖ്യനാം വസുദേവൻ ജനിച്ച സമയത്തും പുഷ്കരേ ദുന്ദുഭികളാനക വാദ്യങ്ങളും മാനിച്ചു ദേവാദികൾ ഘോഷിക്കതിമിത്തമായാനക ദുന്ദുഭിയായി വന്നിതു വസുദേവൻ